Welcome to Tiffany's Kitchen. ഹായ് എവരിവൺ, അസ്സാം വലൈക്കും. ഇന്ന് വീണ്ടും ഒരു ഓട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ എഗ്ഗ് ചേർത്തിട്ടുള്ള ഓട്ടടയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും 1 എഗ്ഗും 1/4 കപ്പ് ചിരവിയ തേങ്ങയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ മുൻപ് നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഓട്ടട റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. കൂട്ടത്തിൽ ഈ ഒരു ഓട്ടടയും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇനി അതൊന്ന് നല്ലതായിട്ട് അരച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ കൂടെ നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. ആ ഒരു തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ്ഗ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മാവിനൊരു യെല്ലോയിഷ് കളർ വരും കേട്ടോ. അത് ആ എഗ്ഗ് യോക്ക് ഡാർക്കായിട്ട് ഒന്ന് യെല്ലോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓട്ടട കുറച്ച് ലൈറ്റ് കളറായിട്ട് ഒന്ന് ലൈറ്റ് യെല്ലോ ആയിട്ട് വരും. അപ്പോൾ ചൂടായിട്ടുള്ള മൺചട്ടിയിലേക്ക് മാവ് ഒരു തവി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നടുവശം. അതിനുശേഷം നല്ലതായിട്ട് ഹോൾസ് വന്നതിന് ശേഷം മൂടി വെക്കുക. അപ്പോൾ കണ്ടില്ല, നല്ല കറക്റ്റായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മുഴുവൻ ഓട്ടടയും ചുട്ടെടുക്കാം. അപ്പോൾ ഓട്ടട ചുട്ടെടുക്കുന്നതിൻ്റെ ടിപ്സും ട്രിക്സും എങ്ങനെയൊക്കെയാണ് ഗ്യാസ് സ്റ്റവിൽ നമ്മൾ ഓട്ടട ചട്ടി വെച്ച് യൂസ് ചെയ്യേണ്ടത്, ഓട്ടട ചുട്ടെടുക്കേണ്ടതെന്നൊക്കെ മുന്നത്തെ ഓട്ടട വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ ഓട്ടട റെസിപ്പീസും കാണിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. വെറുതെ വീഡിയോ ലെങ്തി ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ മുഴുവൻ ഓട്ടടയും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല ഹോൾസ് വന്നിട്ടുള്ള ഓട്ടടയാണ്. എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും വരില്ല കേട്ടോ. എഗ്ഗ് ചേർത്തിട്ടുള്ള ഓട്ടടയാണെന്ന് വിചാരിച്ചിട്ട് നല്ല കറക്റ്റായിട്ട് സാധാരണ ഓട്ടടയുടെ ആ ഒരു ഫ്ലേവറും ആ ഒരു സ്മെല്ലൊക്കെ തന്നെയാണ് ഉണ്ടാവുക. അടിവശം ഒട്ടും കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും ഓട്ടട. അപ്പോൾ മുഴുവൻ ഓട്ടട ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലൈറ്റ് എഗ്ഗ് യോക്ക് വന്നിട്ടുള്ള എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓട്ടട റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മുന്നേയുള്ള ഓട്ടട റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.